മേഘ, നമ്മൾ റീൽസിലൊക്കെ കാണുന്നത് പോലെ കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ്? കഴിഞ്ഞ ദിവസം കൊച്ചി കോന്തുരുത്തിയില്, അതായത് രാത്രി ഒരു ലൈംഗിക തൊഴിലാളിയെ കൊന്നതിന് ശേഷം, തലക്കടിച്ച് കൊന്നതിന് ശേഷം അതിന്റെ അടുത്ത് തല ചാരിയിരുന്ന് വിശ്രമിക്കുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിന്റെ കേരളത്തിലെ മനുഷ്യരുടെ ഒരു സെക്ഷൽ ഫാന്റസി, അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യന്റെ ഈ അസഹിഷ്ണുത അതിര് കിടക്കുന്നില്ലേ? തീർച്ചയായും ഈ സംഭവത്തില് ഈ കൊല്ലപ്പെട്ടത് ഒരു ലൈംഗിക തൊഴിലാളിയാണ്. ആദ്യം ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയാൻ എത്രയോ മണിക്കൂറുകൾ എടുത്തു അതൊരു ലൈംഗിക തൊഴിലാളിയാണ് എന്ന് തിരിച്ചറിയാൻ. ആദ്യം ഒരു സ്ത്രീയെ, ഒരു ലൈംഗിക തൊഴിലാളിയെ, ഭാര്യയില്ലാത്ത വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു. തന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ ശേഷം പൈസ ചോദിക്കുമ്പോഴാണ്, കാശ് ചോദിക്കുമ്പോ, പേയ്മെന്റ് ചോദിക്കുമ്പോ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന മാനസിക രോഗിയാണോ? തീർച്ചയായിട്ടും മാനസിക പ്രശ്നമില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അവര് ചോദിച്ചത് 5000 രൂപയാണ്. അവർ ചോദിച്ച പൈസ എത്രയോ ആയിക്കോട്ടെ, അവർ ചെയ്ത ജോലിക്കുള്ള കൂലി ചോദിക്കുന്നു. ജോലി എന്തോ ആയിക്കോട്ടെ, അവർ ചോദിക്കുന്നു. അവരൊരു ലൈംഗിക തൊഴിലാളിയാണ്, അവരുടെ ഡിമാൻഡ്സ് വെക്കാൻ പാടില്ല എന്നുള്ള അയാളുടെ ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം നടക്കുന്നത്. അവര് ചോദിക്കാൻ പാടില്ല. ഈ ന്യൂസിന്റെ താഴെയുള്ള കമന്റ്സ് വായിക്കുമ്പോഴേ അത് വളരെ കേരളം എന്താണ്, മനുഷ്യരെന്താണ് ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. ഇവരുടെയൊക്കെ തലയിൽ കൂടെ എന്ത് വണ്ടിയാണ് ഓടുന്നത് എന്നുള്ളത്. ആൾക്കാർ ചോദിക്കുന്ന കാര്യം ഇതാണ്. ഒരു ലൈംഗിക തൊഴിലാളിയല്ലേ, അവര് പോയിട്ടല്ലേ, അവന്റെ വീട്ടിൽ പോയിട്ടല്ലേ കൊന്നത് എന്ന് ചോദിക്കുന്ന ഒരു തരത്തിലേക്ക്. അതായത് നിവൃത്തികേട് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ളൊരു നിവൃത്തികേട്, അത് മാത്രം പറയാൻ കഴിയില്ലെങ്കിലും ഇത്തരത്തിലൊരു ജീവിതത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ കൃത്യമായ ഒരു വിഷമമോ സാഹചര്യമോ സാമ്പത്തിക വിട്ടുപോടോ ഇല്ലാത്തൊരു സ്വന്തം ശരീരം വിൽക്കാൻ, സ്ത്രീയായാലും ഇപ്പം സ്ത്രീകൾക്കും ശരീരം വിൽക്കുന്നവരുണ്ട്, പുരുഷന്മാരും ഉണ്ട് ശരീരം വിൽക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അതികഠിനമാണ്. മനസ്സിൽ ഇത്രയും മുറിവേൽപ്പിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പറയുന്നത്, കേരളത്തിലെ എയ്ഡ്സിന്റെ കണക്കുകൾ വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കേന്ദ്രീകരിച്ച് വളരെയധികം ആരോഗ്യവകുപ്പിന്റെ രേഖകളെല്ലാം തന്നെ പുറത്തു വിടുമ്പോൾ ഇതൊക്കെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ സെന്റർ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് സോഴ്സുകൾ ഇപ്പോഴും ഉണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്രത്തോളം ഇവരെ സെക്സ് എഡ്യൂക്കേഷൻ പുതുതലമുറയിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു മാനസിക വൈകല്യം ഇത് എവിടെ കൊണ്ടുവന്ന് നിർത്തും? ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് സെക്സിനെ പറ്റി, സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയുള്ള ധാരണയില്ലായ്മയാണ്. കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, ഈ അറിവുള്ളവർ ആവശ്യപ്പെടുമ്പോൾ എന്താണ് പ്രാക്ടിക്കലാണോ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന മലയാളിയുള്ള നാടാണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെക്സ് ചെയ്യാൻ പഠിപ്പിക്കലല്ല, അതിനെ എങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ഇതാണ് എന്നുള്ള തിരിച്ചറിവ് മലയാളിക്ക് എന്ന് വരുന്നോ അന്ന് മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ സെക്സ് വർക്കിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ ഇത് ഇല്ലീഗൽ ആണ് എന്ന് പറയുമ്പോൾ പോലും കംപ്ലീറ്റ്ലി ഇല്ലീഗൽ അല്ല. ഒരുപാട് ഗോവയെന്നല്ല, ഇന്ത്യയിൽ ഉടനീളം ഇത് വളരെ പ്രോമിനന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ എനിക്ക് തോന്നുന്നു പോലീസുകാർ പോലും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എറാഡിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ഇല്ല, ആർക്കുമില്ല. എല്ലാവരും ഇതിന്റെ ഒരുപാട്, എനിക്കൊന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ പോലും പറയുന്നുണ്ട്, ഒരുപാട് ഉപദ്രവിക്കുന്ന പോലീസുകാരുണ്ട്. ഞങ്ങളെ യൂസ് ചെയ്തതിനു ശേഷം പണം തരാതെ പറ്റിച്ചു പോകുന്ന, ഞങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കുന്ന മനുഷ്യരും കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ ഇവരെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ് എന്ന തോന്നലാണ് എല്ലാവർക്കും ഉള്ളത്. അവർ ഇതെല്ലാം ബാധ്യസ്ഥരാണ്. ഈ പുരുഷന്മാർക്ക് പോലും ഇപ്പം ഇത്തരത്തിലുള്ള സ്ഥിതിയിൽ നിന്ന് പുറത്തു ചാടാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പൊ ജിഗോള എന്നൊരു കൺസെപ്റ്റ് കേരളത്തിലൊട്ടാകെയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനി, അവിടെ വർക്ക് ചെയ്യുന്ന 2 പെൺകുട്ടികൾ, ഇദ്ദേഹം ഒരു ഹോം ഡെലിവറി ആപ്പിന്റെ വ്യക്തിയാണ്, പയ്യനാണ്, 10-25 വയസ്സുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതുമായി ഫുഡ് കൊണ്ടു കൊടുത്ത് പരിചയമുണ്ട്. ഒരു ദിവസം ആ മൾട്ടിനാഷണൽ കമ്പനിയിലെ 2 പേർക്ക് മലയാളം അറിയാവുന്ന നോർത്ത് ഇന്ത്യക്കാരായിട്ടുള്ള 2 പേര് അവിടെ ചെന്നതിന് ശേഷം, കമ്പനി ആയതിനു ശേഷം ഇവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് 2 പെൺകുട്ടികളെ പേരെ നിർബന്ധിച്ചതിന് ശേഷം ക്രൂരമായ മുറിവുകൾ ഇവരുടെ ശരീരത്തിൽ, കയ്യിലെ നഖം കടിച്ചെടുക്കുക, പുറത്ത് പാടുകൾ വരുത്തുക. പാടുകൾ വരുത്തുക എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ കൊണ്ട് കീറുകയല്ല, അതേപോലെ ഈ മെറ്റലൊക്കെ ഇട്ട് ഉരയ്ക്കുക, കാൽ കടിച്ചു കീറുക, ഇത്തരത്തിലുള്ള അതികഠിനമായ മുറിവുകൾ ഇവന്റെ ദേഹത്തുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ഇങ്ങനെ സമീപിച്ചിരുന്നു, ഇത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പറഞ്ഞ മുഖം, അവരും വിഷയം എന്ന് വെച്ചാൽ മുഖം പുറത്തു വരുന്നതിൽ പാടാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്ന 10-25 വയസ്സിനകത്തുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. അവൻ പറഞ്ഞു ഇതിപ്പം
സർവ്വസാധാരണമായിരിക്കുകയാണ്. എനിക്ക് അവൻ പോയതെന്ന് വെച്ചാൽ അറിയാമല്ലോ, സെക്സ് ഈസ് എ നീഡ് എന്ന് പറയുന്നത് പോലെ പ്രായത്തിന്റെ ചാവല്യമുണ്ട്. ഞാൻ നീ എന്തിനാ ഇത്തരം കുരുക്കുകളിൽ പോയി ചാടുന്നത് എന്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഭയങ്കര കെയറിംഗ് ആയിട്ട് കൊണ്ടു നടന്ന ഒരു സാഹചര്യത്തിലാണ് ഇവൻ ഇതിനെ സമ്മതിക്കുന്നതും മാരകമായി ഉപദ്രവിച്ചു. അതിന്റെ പാടുകളൊക്കെ തന്നെ നേരിട്ട് എനിക്ക് കാണിച്ചു എന്നിട്ട് ഇവനെ കാറിൽ കയറ്റിയതിനു ശേഷം ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. അതിനുശേഷം പിറ്റേന്നാണ് പറഞ്ഞത് അത് പ്രമുഖ ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറി ബോയുടെ ഒരു അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഇത് എനിക്ക് പേഴ്സണലി ഒരു കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. അതെന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞൊരു അനുഭവമാണ്. ഞാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു അനുഭവമാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തിൽ എത്രത്തോളം ഇതേപോലുള്ള അറിയുന്നതും അറിയാത്തതുമായുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഇതിന്റെ മറവിൽ നടക്കുന്നു എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അതെ, ഇത് ഈ സെക്ഷൽ ഫാന്റസീസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടും അത് വളരെ യാഥാസ്ഥിക രീതിയിലും നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതെല്ലാം മനുഷ്യർ പഠിക്കുന്നത് പോണോഗ്രഫിയിലൂടെയാണ്. ഇവരൊക്കെ കേരളം എല്ലാ കാലത്തും എല്ലാത്തിനും യൂറോപ്പിയുടെ റെപ്ലിക്കയാണെന്ന് പറയുമ്പോഴും യൂറോപ്പിൽ നിന്ന് പടച്ചുവിടുന്ന ഇവിടെ നമ്മളെ സിനിമ സ്റ്റാർട്ട് ക്യാമറ ആക്ഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ഫീൽഡ് ഓഫ് മേഖല എന്ന് പറയുന്നത് തന്നെ അതാണ്. അവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ബി ഗ്രേഡ് മൂവീസ് ഒക്കെ ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ എത്ര എക്സ്ട്രീമിലേക്ക് പോകാത്തൊരു ഒരുപാട് സാഹചര്യമുണ്ട്. പക്ഷെ യൂറോപ്യയുടെ റെപ്ലിക്ക എന്ന് പറയുന്നത് മറ്റ് വീഡിയോസ്, സെക്സ് വീഡിയോസ്, പോണോഗ്രഫിക് വീഡിയോസ് വരുന്നത് ഇതിനെ ട്രൈ ചെയ്യാനായിട്ട് കേരളത്തിലെ ഒരു കൂട്ടം മാനസികാവസ്ഥയ്ക്ക് കോട്ടം തട്ടിയിട്ടുള്ള ജനങ്ങൾ ശ്രമിക്കുന്നു. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനോട് ഞാനും ഒക്കെ പല വാർത്തകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാണ്. ഇവർ ഇങ്ങനെ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനാണ്. കൺസെന്റ് എന്ന് പറയുന്നത് കൺസെന്റും സെക്സ് എഡ്യൂക്കേഷനും മനുഷ്യനെ നിർബന്ധമായും പഠിപ്പിക്കണം. എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ടാണെങ്കിലും പഠിപ്പിക്കണം. കെട്ടിയിട്ട് പഠിപ്പിച്ചതിന് ശേഷം ഇറങ്ങിയിട്ട് തിരിച്ച് അങ്ങനെ പണയാമെന്ന് ആലോചിക്കും. അത് മാനസിക വൈകൃതം. അതെ, ചെറുതിലേ മുതൽ കൺസെന്റിനെ പറ്റിയും സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയും കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ധാരണ കൊടുക്കണം. 3 വയസ്സിൽ എന്ത് പഠിപ്പിക്കണം, 5 വയസ്സിൽ എന്ത് പറഞ്ഞു കൊടുക്കണം, 7 വയസ്സിൽ എന്ത് പറഞ്ഞു കൊടുക്കണം. ഓരോ പ്രായത്തിലും അവർക്ക് കൊടുക്കേണ്ടതായ രീതിയിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ. ബോഡി പൊളിറ്റിക്സ് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ബോഡി നമുക്കുള്ളതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ നിന്ന് തുടങ്ങി കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇനി വേരില് വളം വെച്ചിട്ടല്ലേ കാര്യമുള്ളൂ. ഈ മുതിർന്ന ആൾക്കാർക്ക് പറഞ്ഞു അതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഈ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോഴത്തേന് ഇത് കൃത്യമായി കൊടുക്കണം. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നത് കാണുന്നുണ്ട്. നമ്മുടെ ചെറുപ്രായത്തിൽ ആരും പറഞ്ഞില്ല. എന്റെ നമ്മളൊക്കെ ഗ്രൂം ചെയ്തെടുത്തിട്ടുള്ള നമ്മൾ സ്വന്തമായി വായിച്ചു മറിഞ്ഞും വായന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സംസാരിച്ചിട്ടുള്ള എന്റെ സുഹൃത്തുക്കളിൽ 99% ആൾക്കാർക്കും ഒരു മോശം അനുഭവം ബസ്സിൽ നിന്നോ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതെ, പുരുഷന്മാർ പുറത്തു പറയാൻ മടിക്കുന്നത് കൊണ്ടാണ്. പുരുഷന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു തന്നിട്ടില്ലാത്തത് കൊണ്ടും വീട്ടിൽ പോയത് പറയാനുള്ള ഉണ്ടാവുന്ന വിഷയങ്ങളാണ്. പക്ഷെ ഈ സെക്സ് എഡ്യൂക്കേഷനിൽ കൃത്യമായി പഠിപ്പിക്കുന്ന മറ്റൊരു ഉദാഹരണം, അതായത് ജീവിതത്തിൽ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം ഒരു ഫീഡഡ് അറ്റ്മോസ്ഫിയറിൽ വളരുന്ന ഒരു കുട്ടി, ഫ്ലാറ്റുകളിൽ മാത്രം, ഒരു സിറ്റി ലൈഫിൽ മാത്രം എല്ലാം കൃത്യമായി ഫീഡ് ചെയ്ത് സ്പൂൺ ഫീഡ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തി, അവൻ ഒരു 22-25 വയസ്സിനകത്ത് കല്യാണം കഴിക്കുന്നതിലാണല്ലോ ട്രെൻഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കുകയാണ് സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായി. പക്ഷെ ഇവന് സ്വന്തം പാർട്ട്ണറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല. അത് ചെറുപ്പം തൊട്ട് ഇവൻ അനുഭവിച്ചു വന്ന ട്രോമ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇന്നത് ചെയ്യുന്ന ആ സെക്സ് എഡ്യൂക്കേഷന്റെ ഭയങ്കര ന്യൂനതയാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മുടെ ബോഡി ഒരു സ്ഥലത്ത് തൊടുന്നത് അതിന്റെ സാഹചര്യം എന്താണ്, സർക്കംസ്റ്റാൻസ് എന്താണ്, ആൾക്കാർ മുന്നിൽക്കുന്ന ആരാണ്, കൺസെന്റ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് വേണം ഇതിനെപ്പറ്റി നമുക്കറിയാം. അല്ലാതെ ഒരു വൈഫിന്റെ അടുത്ത് പോകുമ്പോൾ പോലും അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരുപാട് ശാരീരിക ബന്ധം മാറ്റി നിർത്തിക്കോട്ടെ, ഒന്ന് ഹഗ് ചെയ്യാൻ അറിയാം. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് പറയാണ്, എനിക്ക് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന ഒരു സുഹൃത്താണ്, എനിക്ക് നിന്നെ ഹഗ് ചെയ്ത് പോകണമെന്നുണ്ട്, പക്ഷെ എനിക്കത് ഭയങ്കര ഓക്വേർഡ് ആണെന്നാണ് പറയുന്നത്. കാരണം നമുക്കത് ശീലമില്ല. നമുക്ക് കെട്ടിപ്പിടിച്ചാൽ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു പഠിപ്പിച്ച അതെ, അവിടെ നിന്ന് ഹഗ് ചെയ്യാനും സോഷ്യൽ ഹഗ്, മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ. ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, കണ്ടിരുന്നു. അപ്പൊ ഞാന് ഇപ്പൊ നമ്മള് സുഹൃത്തുക്കൾ എല്ലാവരും ഇരുന്ന് കണ്ടപ്പോഴത്തേന് ഇതിനെപ്പറ്റി നമുക്ക് ധാരണയുണ്ട്. എന്നാലും നീ ഇപ്പൊ എന്നെ എന്ത് കിസ്സാടാ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അവിടെ പതറിപ്പോകുന്ന നസ്ലീന്റെ മുഖഭാവമാണ് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ പുതിയ തലമുറയൊക്കെ അറിയായിരിക്കും. ഇപ്പൊ നമ്മുടെ തലമുറയിൽപ്പെട്ട ഒരാളുടെ അടുത്ത്
ഇപ്പൊ ഒരു പുതിയ കൊച്ചു വന്ന് ചോദിക്കുകയാണ് ഏത് ടൈപ്പ് കിസ്സാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആലോചിക്കും അത് കവിളിലും മോഹിക്കും നെറ്റിയിലും മോഹിക്കും അല്ലെങ്കിൽ അല്ല കോൺവെർസേഷൻ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ അതെ അതെ കുറവാണ്. അതെ 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 നമ്മളിപ്പോ ചടച്ചു കിസ്സോ അത് ഓപ്പൺലി അപ്പം ഉറപ്പായിട്ടും ചുമ്മാ ഇപ്പം എസ്കിമോ വാമ്പയർ അങ്ങനെ കുറെ സംവിധാനങ്ങൾ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഹിക്കി എന്നൊക്കെ പറയുന്ന കുറെ സംവിധാനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോഴത്തെ തലമുറ ഭയങ്കര അപ്ഡേറ്റഡാണ്. അപ്പൊ ഇത് നേരത്തെ മേഘ സൂചിപ്പിച്ച വേരിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലൈംഗിക തൊഴിലാളികളും മനുഷ്യരാണ്. അവർ ചെയ്യുന്ന ജോലി എന്തോ ആയിക്കോട്ടെ, അവരതിലേക്ക് പോകാനുണ്ടായ സാഹചര്യവും നമുക്കറിയില്ല. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുകഥകളാണ് എന്ന് പറയില്ല, അതുപോലെയാണ് അവരുടെ സാഹചര്യം നമുക്കറിയില്ല. ലൈംഗിക തൊഴിലാളികളും മനുഷ്യരാണ്. അവർ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി ചോദിക്കുന്നത് അവർ കാണിക്കുന്ന അഹന്തയോ അവർ ഡിമാൻഡ് വയ്ക്കുന്നതോ ഒന്നുമല്ല. നിങ്ങൾ അവരെ സമീപിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്ക പ്രതിഫലം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വപരമായ കാര്യം മാത്രമാണ്.